വെറും 3 ചേരുവ വെച്ചുകൊണ്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ചക്കക്കുരു ഹലുവയാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം. വളരെ സോഫ്റ്റാണ് കേട്ടോ ചക്കക്കുരു ഹലുവ. നമ്മൾ ചക്ക ഹലുവ കഴിക്കുന്ന പോലെയൊന്നല്ല. ഇത് ഒരാൾക്ക് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ചക്കക്കുരു ഹലുവയാണെന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ചക്കക്കുരു ഒന്നും കുട്ടികളൊന്നും കഴിക്കില്ലല്ലോ. വളരെ പോഷക ഗുണമുള്ള ചക്കക്കുരു നമ്മൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തായാലും കഴിക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ പ്ലേറ്റ് കാലിയാവുന്നത് പോലും നമ്മളറിയില്ല. അത്രയും രുചികരമായിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ ചക്കക്കുരു വീട്ടിലുള്ള ആൾക്കാരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് പറയാം. ഞാനിവിടെ കുറച്ച് ചക്കക്കുരു വേവിച്ച് വെച്ചിട്ടുണ്ട്. കുക്കറിൽ വേവിച്ചത് കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തിട്ടുണ്ട്. ഒരു 3 വിസിൽ വന്നപ്പോഴത്തേക്ക് ഞാനത് ഓഫ് ചെയ്തു. അപ്പോൾ അതൊന്ന് കുക്കറിൽ വേവിച്ചാൽ മാത്രമേ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ വെന്ത ചക്കക്കുരുവൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ചക്കക്കുരു വേണ്ടത്. നമ്മുടെ കയ്യിലിട്ടിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ കട്ടായിട്ട് വരണം. അപ്പോൾ ഇത് നമ്മൾ ഒരു പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തിട്ട് വെക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ ഇത് കുറച്ച് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് കരിപ്പട്ടി ഉരുക്കിയതാണ് ഞാനിതിൽ ആഡ് ചെയ്യുന്നത്. ഒരു കരിപ്പട്ടി മുഴുവനായിട്ടും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരു പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവെടുക്കാം. പിന്നെ ഒരു 4 അല്ല 5 ഏലക്കയുടെ ഉള്ളിലുള്ള കുരുവും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തു. മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തത് ഞാൻ കുറച്ച് പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് ഇതിൽ കുറച്ച് ശർക്കരപ്പാനിയും കൂടെ, അതായത് നമ്മുടെ കരിപ്പട്ടി ഉരുക്കിയതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മൾ ചക്കക്കുരു അടിച്ചെടുക്കുമ്പം കൂടുതൽ ശർക്കരപ്പാനി ഒഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കരിപ്പട്ടി ഇല്ലെങ്കിൽ ശർക്കര ഉപയോഗിക്കാം കേട്ടോ. കരിപ്പട്ടിയാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ കുറച്ച് കരിപ്പട്ടിയുടെ പാനി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ വറ്റിച്ചെടുക്കണം. പിന്നെ നന്നായിട്ട് ഒട്ടി വരുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് നെയ്യ് ആഡ് ചെയ്യാം. ഇതുപോലെ വിട്ട് വരണം കേട്ടോ. ഇതിപ്പോൾ കുറച്ചും കൂടെ റെഡിയാവാനുണ്ട്. വെള്ളം നന്നായിട്ട് വറ്റി വരണം. പിന്നെ കരിപ്പട്ടി ഒഴിച്ചതിനുള്ള വെള്ളമൊക്കെ ഇതിലുണ്ട്. അത് നന്നായിട്ട് വറ്റി വരണം. പിന്നെ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇത് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. നെയ്യിട്ടാൽ കുറച്ച് ദിവസങ്ങൾ നമ്മൾ കേടുകൂടാതെ ഉപയോഗിക്കാം. ഇതിലാകെ 3 ചേരുവ മാത്രമേ ഉള്ളൂ: ചക്കക്കുരു, നെയ്യ്, പിന്നെ നമ്മുടെ ശർക്കരപ്പാനി. ഏലക്കയുടെ ടേസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചേർത്താൽ മതി, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ ചേർത്താലും ചേർത്തിട്ടില്ലെങ്കിൽ ഇത് ചക്കക്കുരു ഹലുവയാണെന്ന് തീരെ മനസ്സിലാവില്ല. കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അത്രയും സോഫ്റ്റ് ആയിരിക്കും, അത്രയും ടേസ്റ്റും ആയിരിക്കും. പിന്നെ തേങ്ങാപ്പാൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഒഴിക്കാത്തത് കൊണ്ട് കേടുകൂടാതെ കുറേ ദിവസം സൂക്ഷിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഇത് ഒരു ട്രേയിലാണ്, പുഡിംഗ് ട്രേയിലാണ് ഇത് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ചൂട് മാറിയതിന് ശേഷം ഒഴിച്ചാൽ മതി. ഞാനിവിടെ ചൂട് കുറച്ച് ഉള്ളപ്പോൾ തന്നെ ഒഴിച്ചിട്ടുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഇതേ ട്രേയിൽ തന്നെ ചൂട് മാറുന്നത് വരെ നമുക്ക് പുറത്ത് തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ ശരിക്ക് അത് ഒഴിക്കുന്നതിന് മുൻപ് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ നമ്മുടെ ഈ ഒരു ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കാരണം ഇത് നമുക്ക് സെറ്റായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളകി പോരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഹെൽത്തിയും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ ചക്കക്കുരു ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇനി വലിയ ആൾക്കാർക്കാണെങ്കിൽ ഇതൊന്ന് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ് കാലിയാവുന്നത് അറിയ പോലുമില്ല. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ ഹൈപ്പ് ചെയ്യാനും കൂടെ നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടേക്ക് കെയർ. ബൈ.